ഇടതുവശത്ത് ആരും ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഇനി അവിടെ എന്തെങ്കിലും ബോഡി കണ്ടെത്തുമെന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ ഞങ്ങൾ പുഴ അക്കരെ കടന്നിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു 2:30 മണി 3 മണിയായോട് കൂടിയിട്ട് അവിടെ വയനാട് ഭാഗത്ത് നല്ല മഴ ഉണ്ടായി. മഴയിൽ ഈ ചാലിയാർ പുഴയിൽ അതിശക്തമായ ഒഴുക്കും അതോടൊപ്പം അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു കയറാൻ ഞങ്ങൾക്ക് സാധിക്കാതായി. അത് ഞങ്ങൾ നേരെ പിന്നെ പുഴ അക്കരെയാണല്ലോ ഞങ്ങളുള്ളത്. ഞങ്ങൾ ആ ഇതിലൂടെ വന്നു. അപ്പോൾ അവിടെ ഒരു 3 കൈത്തോടുകളായിട്ട് ഈ ചാലിയാറിലേക്ക് സംഗമിക്കുന്നുണ്ട്. അതിൽ 2 തോട് ഞങ്ങൾ മുറിച്ച് കടന്നു. അത് പിന്നെ ഒരു കലക്കമ്പുഴ എന്ന് പറയുന്നൊരു ഒരു തോട് അതിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. ഈ കലക്കമ്പുഴ ഇതുപോലെ അടി മൺതിട്ടകളല്ല, അത് ഫുള്ള് പാറക്കല്ലുകളാണ്. അത് അവിടെ അത് മുറിച്ച് കടക്കൽ അത് സാഹസികമായ പ്രവൃത്തിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, ഒന്ന് രാത്രിയായിരുന്നു. അപ്പോൾ ഒരു 6 മണിയിലാണ് ഇരുട്ടായി. അതായത് ഇവിടുത്തെ പോലെയല്ല, ഫോറസ്റ്റ് പെട്ടെന്ന് ഇരുട്ടാവും. ഒരു 6 മണിയോട് ഞങ്ങൾ അവിടെ എത്തണം. അപ്പോൾ പിന്നീടല്ല ഒരു തിരിച്ചു വരവ് അത് അസാധ്യമാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ പുഴേൻ്റെ സ്ഥിതിഗതികൾ അറിയുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അതിനുള്ള സംവിധാനങ്ങളായിട്ട് തന്നെയായിരുന്നു അങ്ങോട്ട് പോയിരുന്നത്. ഞങ്ങൾക്ക് ടോർച്ചുണ്ടായിരുന്നു, അങ്ങനെയുള്ള അത്യാവശ്യത്തിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഭക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ പുഴേൻ്റെ സൈഡിൽ തന്നെ ഈ പരപ്പമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കാപ്പിത്തോട്ടമുണ്ട്, ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിൻ്റെ ഒരു ഓരത്തായിട്ട് ആ പുഴയുടെ സൈഡിൽ ഞങ്ങൾ അവിടെ താമസിക്കുകയാണ് ചെയ്തത്. അവിടെ പിന്നെ നല്ലൊരു സേഫായ സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. പിന്നെ നല്ല കൊതുകിൻ്റെ കടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വിറകളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളവിടെ തീയിട്ട് രാവിലെ വരെ അവിടെ ഞങ്ങൾ സേഫായിട്ട് ഇരുന്നു. ഞങ്ങൾ അന്നേരം തന്നെ ഇവിടെ ഞങ്ങളുടെ താഴേക്കുള്ള മേലുള്ള ആളുകളോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങളിവിടെ സേഫാണ്, ഞങ്ങൾ അന്വേഷിച്ചിട്ട് ടെൻഷനാണെന്ന് ഞങ്ങൾ പറഞ്ഞു. വയനാട്ടിലെ നോക്കലിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. താഴത്തെ ഞങ്ങളെ അറിയിച്ചതാണ്, ഞങ്ങളിവിടെ സേഫാണ്, നേരെ കൊടുത്ത് എന്തായാലും തിരിച്ചു ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാം ഫിറ്റാണ്. അതുകൊണ്ട് ടെൻഷൻ ഉണ്ടായി. കാട്ടാനൻ്റെ സ്മെല്ല് കേട്ടിരുന്നു ഞങ്ങൾ. ഒന്നാമത് പിന്നെ ഞങ്ങൾ വല്ലാതെ ഉൾവനത്തിൽ കയറാതിരിക്കാനും കാരണം അതാണ്, ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ടായിരുന്നു. അത് വേറെ അവിടെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഈ പ്രദേശക്കാരാണ്. അവർക്കും മാധ്യമങ്ങൾ കാണുകയായിരുന്നു, സുരക്ഷിതരായിരുന്നു, ഒരു സാഹസികപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് പോകണ്ട എന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. വണ്ടിയോടെ വണ്ടിയുണ്ട്.